അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ നമ്മളേവരും ആഗ്രഹിക്കുന്നത്, കൊതിക്കുന്നത് സ്വർഗമാണല്ലോ. അള്ളാഹു അവൻ്റെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ആഖിറത്തിൽ ഒരുക്കി വെച്ച ഇടമാണല്ലോ സ്വർഗമെന്നുള്ളത്. അത് ഒരാൾക്ക് പോലും ഊഹിക്കാൻ പറ്റാത്ത അത്രമാത്രം അനുഗ്രഹീതമായ സ്ഥലമാണല്ലോ സ്വർഗമെന്നുള്ളത്. സ്വർഗാവകാശികളെക്കുറിച്ച് മഹാന്മാർ പഠിപ്പിക്കുമ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. അതേ, യദ്ഖുലു അഹ്ലുൽ ജന്നത്തി അൽ ജന്നത അല അർബഅ സിഫാത്തി. സ്വർഗത്തിൻ്റെ അഹ്ലിക്കാർ 4 സിഫത്തിൻ്റെ മേലാണ്, 4 രൂപത്തിൻ്റെ മേലാണ്. സ്വർഗാവകാശികൾ അവർക്ക് ഒരു 4 പ്രത്യേകതകൾ ആ രീതിയിലായിരിക്കും അവരുണ്ടാവുക. അത് ഒന്ന്, അല ഉംറി നബിയില്ലാഹി ഈസാ അലൈഹിസ്സലാം. എല്ലാ സ്വർഗാവകാശികൾക്കും ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ വയസ്സായിരിക്കും ഉണ്ടാവുക. ഇൻദമാ റുഫിയ മിനൽ അർളി, ഭൂമിയിൽ നിന്ന് ഈസാ നബി അലൈഹിസ്സലാമിനെ യാത്രയാക്കപ്പെട്ടിട്ടുണ്ടല്ലോ ആകാശ ലോകത്തേക്ക്. ആ സമയത്ത് ഈസാ നബി അലൈഹിസ്സലാമിനിക്ക് എത്രയാണോ വയസ്സ്, അത് 33 വയസ്സാണ്. അപ്പോൾ എല്ലാ സ്വർഗവാസികളും കടക്കുന്നത് 33 വയസ്സായിട്ടാണ്. അതായത് അവിടെ പ്രായമുള്ളവർ എന്ന രീതിയിൽ ഉണ്ടാവുകയില്ല. പ്രായം കൂടിയാൽ പിന്നെ എത്ര വലിയ സുഖമുണ്ടെങ്കിലും സുഖം അനുഭവിക്കാൻ കഴിയില്ലല്ലോ. അപ്പം സുഖം അനുഭവിക്കാൻ പറ്റുന്ന പ്രായമാണ് 33. ആ 33ാമത്തെ വയസ്സിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും സ്വർഗത്തിലേക്ക് കടത്തുക എന്ന് മഹാന്മാർ പറയുന്നു. രണ്ടാമത്തേതായിട്ട് അലാ ഹുസ്നി നബിയില്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. സ്വർഗാവകാശികളാകുമ്പോൾ അവർക്ക് ഭംഗി വേണമല്ലോ. അല്ലാതെ ഭംഗിയില്ലാത്തവർ സ്വർഗത്തിൽ പോയാൽ, ഭംഗിയില്ലാത്ത രീതിയിൽ പോയാൽ സ്വന്തത്തിൽ ഒരു കുറവായി തോന്നൂലേ. അതുകൊണ്ട് അല്ലാഹു എല്ലാവർക്കും യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഭംഗി അല്ലാഹു നൽകുമെന്നും മഹാന്മാർ പറയുന്നു. അതേപോലെ തന്നെ അലാ തൂരി നബിയില്ലാഹി ആദം അലൈഹിസ്സലാം വഹുവ 60 ദിറാഅൻ. അതായത് ആദം നബി അലൈഹിസ്സലാമിൻ്റെ നീളമായിരിക്കും ഏകദേശം 60ഓളം മുളം ആദം നബി അലൈഹിസ്സലാമിനിക്കുണ്ട്. ആ നീളമാണെന്നും മഹാന്മാർ പറയുന്നു. അതേപോലെ തന്നെ അല ലുഗത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയ അൽ ലുഗത്തുൽ അറബിയ. ഇനി സ്വർഗത്തിൽ ഏത് ഭാഷയായിരിക്കും? അത് മുത്തുനബിയുടെ ഭാഷയായ അറബി ഭാഷയാണ് സ്വർഗത്തിൽ എല്ലാവരും സംസാരിക്കുക. അതെങ്ങനെ സാധിക്കും? അതൊക്കെ റബ്ബാണ് നൽകുന്നവൻ ആ തൗഫീഖൊക്കെ. ഈ തൗഫീഖുകളൊക്കെ നൽകിയവൻ അതിനൊക്കെ നൽകാൻ അധികാരമുള്ളവനാണല്ലോ. അങ്ങനെയാണ് ഈ 4 രീതിയിലാണ്, ഈ 4 പ്രത്യേകതകൾ സ്വർഗാവകാശികൾക്കുണ്ടാകുമെന്നും മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതായ ആ സ്വർഗത്തിൽ നമ്മളേവരെയും അവൻ എത്തിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.